അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇതിൽ ഏതാണ് വിസ്മയം എന്നിപ്പോൾ അതിശയിച്ചു പോവുകയാണ്. കുറേ കണക്കുകൾ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഇപ്പോൾ പറഞ്ഞത് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ആ വിസ്മയങ്ങൾ എടുത്തു പറയാൻ പറ്റുന്ന ഇടതുപക്ഷം ഇവിടെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിസ്മയം, ബോംബിന്റെ കാര്യം പറഞ്ഞതുപോലെ വിസ്മയം എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ വന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം അത് കേട്ടിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറയാം, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞോളാം എന്ന് അദ്ദേഹം ക്ഷോഭിച്ച് പറയുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയത്. വിസ്മയങ്ങൾ ഇങ്ങനെയാണോ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് സംശയം തോന്നുന്നൊരു ഒരു അവസ്ഥ കൂടിയുണ്ട് അദ്ദേഹം ആ പറഞ്ഞത് കേട്ടപ്പോൾ. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഈ വിസ്മയം എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ UDF ചേരുന്നതാണ് വിസ്മയമെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല. കാര്യം അതാണ് അവർക്ക് കാഴ്ചവെക്കാൻ പറ്റുന്ന വിസ്മയമെങ്കിൽ അവരുടെ പരിമിതി അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവും. നോക്കൂ, കേരളത്തിൽ ഇപ്പം CPIM നിന്ന് കോൺഗ്രസിലേക്കും കോൺഗ്രസിൽ നിന്ന് CPIM അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്ന രാഷ്ട്രീയക്കാർ വളരെ കൂടുതലാണ്. സ്വാഭാവികമായി സാധാരണഗതിയിൽ CPIM നിന്നുള്ള യാത്ര കുറവാണ്. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, കുറവാണ്. കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും കുറവാണെന്ന് തന്നെ പറയാം. അതും അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് ഈ പറയുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുന്നത് പോലെ കോൺഗ്രസ് അത്രയും കേരളത്തിൽ പോകാറുമില്ല. ഇവിടെ കേരളത്തിൽ 3 പ്രാവശ്യം MLA ആയ, പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആയ ഒരു ഐഷ പോറ്റി, അവർക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്താണ് അതിൽ കൂടുതൽ കൊടുക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരാൾക്ക് അതിൽ കൂടുതൽ നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ ഏറ്റവും ഷൈനിങ് സ്റ്റാർ എന്ന് CPM വിളിക്കാൻ കഴിയുന്ന ഒരാളാണ് ശൈലജ ടീച്ചർ, അല്ലേ? ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായി, ആദ്യമായിട്ടാണ് മന്ത്രിയായത്. അതിനു മുമ്പ് MLA ആയി. പുള്ളിക്കാരി 3 പ്രാവശ്യം MLA ആയെന്ന് എൻ്റെ കണക്കിലില്ല. എൻ്റെ രാഷ്ട്രീയ ഓർമ്മയിൽ 3 പ്രാവശ്യം ശൈലജ ടീച്ചർ MLA ആയിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടില്ല ശൈലജ ടീച്ചർ, എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ നോക്കൂ, ഒരു പാർലമെന്ററി സ്ഥാനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിനകത്തൊരു കുഴപ്പമുണ്ട്. നോക്കൂ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി അല്ലെങ്കിൽ CPM ഒരാൾക്ക്, ഒരു CPM ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകാം. എന്നെ ഇല്ലാത്തത് ഇപ്പം ഈ CPM സഹയാത്രികൻ എന്ന് വിളിക്കുന്ന എന്നെ, എനിക്ക് CPM ആശയവുമായി പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലേ? ഉണ്ടാകാം, തീർച്ചയായും ഉണ്ടാകാം. ചില വിഷയങ്ങളിൽ അയ്യോ ഇത് ശരിയായില്ലല്ലോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ശരിയായില്ലല്ലോ, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷ് പറഞ്ഞത് ഇങ്ങനെ പോയത് ശരിയായില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടാകാം. അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷക്കാരനോ CPM അല്ലാതാകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതാ പറഞ്ഞത്, നമ്മുടെ ഐഡിയോളജിക്കൽ പൊസിഷനിങ് ഒരു സബ്ജക്ട് മാറ്റർ മാത്രം എടുത്ത് നമ്മളെ വിലയിരുത്താൻ പറ്റില്ല. അത് വലിയ തെറ്റായി പോകും. നമ്മൾ ഓരോ വ്യക്തിക്കും, ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും, അത് പാർട്ടിക്കകത്ത് സംസ്ഥാന കമ്മിറ്റി ഇരിക്കുന്നവർക്ക് പോലും എതിരഭിപ്രായങ്ങൾ കാണും. പക്ഷെ അവർ പിന്നെ അവസാനം ഒന്നായിട്ട് ചിട്ടയായിട്ട് പ്രവർത്തിക്കുന്നു. കോൺഗ്രസിനകത്താണെങ്കിലും അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് വിചാരിക്കാം. അവർ മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് പറയും. ഈ പറയുന്ന ഐഷ പോറ്റിക്ക് ഇതിൽ കൂടുതൽ കൊടുക്കാൻ അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ, അവരുടെ സ്റ്റേറ്റ്മെന്റ് വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? എനിക്ക് എൻ്റെ പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകണം. അവർ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ ഈ പറഞ്ഞ കാലയളവിൽ പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകണമല്ലോ. പോണ്ടേ? പോയിട്ടില്ല. അപ്പം പോയിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് താല്പര്യം കണ്ണുവെച്ചിരിക്കുന്നത് കൊണ്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത്. നോക്കൂ, കോൺഗ്രസിലേക്ക് വരുന്നു, ഇമ്മീഡിയറ്റ്ലി അവർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർക്ക് വേണ്ടത് ഒരു സീറ്റാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒരു സീറ്റ് വേണ്ട ഒരാള് സീറ്റ് വേണമെന്ന കണ്ണോടുകൂടി CPIM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുകയും അത് കഴിഞ്ഞ് അന്ന് സീറ്റ് കിട്ടത്തില്ലെങ്കിൽ അപ്പുറത്ത് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ട, അടിയുറച്ച് വേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം അവരെ കൊണ്ട് ഇടതുപക്ഷ ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നോക്കൂ, പരാജയപ്പെട്ടാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി സംസാരിക്കാനും അതിനെ മുന്നോട്ട് നയിക്കാനും പറ്റുന്ന ആൾക്കാരെ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് തോറ്റുപോയി കഴിഞ്ഞാൽ എന്നാൽ ഇനി എനിക്ക് പറ്റത്തില്ല ഈ പണി എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. തോൽവിയൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ പാർട്ടി തന്നെ ചിലപ്പോൾ മാറി നിൽക്കാൻ പറയും. മാറി നിൽക്കാൻ പറയും. ആരെക്കുറിച്ചാണ് പറയാത്തത്? ഇപ്പൊ AK ആന്റണി മാറി നിൽക്കുന്നു, അദ്ദേഹം എത്രയോ ഇപ്പൊ ഇടപെടുന്നില്ല. മറ്റാൾക്കാർ ഇപ്പം രമേശ് ചെന്നിത്തല ഏതാണ്ട് മാറി നിൽക്കുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാര്യം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലെന്നല്ല ഉദ്ദേശിച്ചത്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അദ്ദേഹം ഏതാണ്ട് പുറത്തു പോയ അവസ്ഥയുണ്ട്. അങ്ങനെ എല്ലാ പാർട്ടിയിലും ഇല്ലേ? അപ്പം നിങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ഫ്രിഞ്ച് എലമെന്റിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് വിസ്മയം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ
അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഒരു അവസരവാദിയെ ഇവിടുന്ന് അപ്പുറത്തേക്ക് എത്തിക്കുന്ന പ്രോസസ്സ് അത് വളരെ എളുപ്പമാണ്. നോക്കൂ, കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു അവസരവാദ രാഷ്ട്രീയമുള്ള ഒരാളെ അവിടുത്തെ പിണക്കുകൊണ്ട് ഇവിടുത്തെ ഒരു സ്ഥാനം കാണിച്ചുകൊണ്ട് കൊണ്ടുവരാൻ വളരെ സിമ്പിളാണ്. ഒരു അധികാരം ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര എളുപ്പം പറ്റും? അത് മാത്രമല്ല, നമ്മൾ അവിടെ ശരിക്കും അവരൊരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ, നോക്കൂ, കോൺഗ്രസിനകത്ത് ഒരാൾ പ്രശ്നം നേരിടുന്നു, അല്ലെങ്കിൽ CPM-നകത്ത് അവർ അടിയുറച്ചൊരു പ്രശ്നം നേരിടുന്നുണ്ട്, എന്നിട്ടാണ് അവർ പുറത്തു പോകുന്നതെങ്കിൽ ഈ പറയുന്നതിന് ന്യായമുണ്ട്. ഐഷ പോറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സംസ്ഥാനത്ത് നോക്കൂ, CPM വിരുദ്ധമായ വാർത്തകൾ മാത്രം ചെയ്യുന്ന ചാനലുകളാണ് ഈ കേരളത്തിലുള്ളത്. ഈ പറയുന്ന ആ ചാനലുകൾ തന്നെ പറയുന്നു ഐഷ പോറ്റിയോട് CPM കാണിച്ചത് മര്യാദയിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്, അവരോട് ഒരു നീതികേടും CPM കാണിച്ചിട്ടില്ല എന്നാണ് വാർത്താ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന ലോക്കൽ ലെവലിൽ എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് വരുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ കോംപ്രമൈസ് ചെയ്ത് അപ്പുറത്ത് പോകുന്ന ആൾ പോട്ടെന്നേ. അവരെ ആരാ ഇവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? ഐഷ പോറ്റി പോയതുകൊണ്ട് ഇവിടെ ഏതാണ്ട് സംഭവിച്ചതെന്നാണോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒന്നും സംഭവിക്കത്തില്ല. ആ ഐഷ പോറ്റിയെക്കാളും ശക്തിയുണ്ട് ഞാൻ പറയുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന അങ്ങനെ. കാര്യം ഐഷ പോറ്റിയെക്കാട്ടിലും ഇടതുപക്ഷം ഞാനാണ്. എന്നെ സംശയം എന്നാ? എനിക്ക് പൊന്ന് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പുറത്ത് പോകത്തില്ല.